ഹലോ, ഇത് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടിയ ഒരു ദിവസം. ഞങ്ങളുടെ കൂടത്തിൽ തന്നെയുള്ള തസ്നയുടെ വീട്ടിലായിരുന്നു. ചെന്നപാടെ ഒരു റംബുട്ടാൻ്റെ മരം നിൽക്കുന്നു. പിന്നെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് വീടിൻ്റെ അകത്ത് കയറാമെന്ന് വിചാരിച്ചു. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടാന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷെ എല്ലാവർക്കും ഓരോരോ തിരക്കുകൾ. ഞങ്ങളെല്ലാവരും കൂടി മാസത്തിൽ ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം എവിടെയെങ്കിലും ഒന്ന് കൂടാറുണ്ട്. പ്രാവശ്യം അതൊന്നും നടന്നില്ല, എല്ലാവർക്കും തിരക്കായി. ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേനതേ കപ്പയൊക്കെ റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് തസ്നി. പിന്നെ കപ്പയുടെ കോമ്പിനേഷനായിട്ടും മസ്റ്റായിട്ടും സൗമീത്തയുടെ സ്പെഷ്യലായിട്ടുള്ള മുളക് ചമ്മന്തി. അതൊരു 1.5 ചമ്മന്തി ആട്ടോ. റെസിപ്പി വേണ്ടവർ കമൻറ്റ് ബിലോ. ഒരു പണിയും ചെയ്തില്ലേലും ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രം അറിയാവുന്ന ചെറിയ അതെൻ്റെ കയ്യിൽ പൊറോട്ട കപ്പയും മുളക് ചമ്മന്തിയൊക്കെ റെഡിയാകുന്നതിൻ്റെ ഇടയിൽ കൂടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫാത്തിമയും മക്കളും എത്തി കേട്ടോ. അവൾ തസ്നിയുടെ കയ്യിൽ തയ്ക്കാൻ കൊടുക്കാൻ വന്നതാണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂടെ ഷെമി ഇത്ത മെഹന്തി ഇടുന്നു. എന്നാൽ പിന്നെ എനിക്കും കൂടെ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടു. നിങ്ങൾക്കിഷ്ടമായോ? അങ്ങനെ ഞങ്ങളുടെ എപ്പോഴത്തെയും മെയിൻ കോഴ്സായ കപ്പയും മുളക് ചമ്മന്തിയും എത്തി. അതിൻ്റെ കോമ്പിനേഷനായിട്ടൊരു സൂപ്പർ സുലൈമാനി ആയിരുന്നു കേട്ടോ വേണ്ടത്. പക്ഷേ സുലൈമാനിയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള അടിപൊളി ചായ. ഇതെല്ലാം കഴിയുമ്പം ഞങ്ങൾക്കൊരു ഫോട്ടോ സെക്ഷൻ നിർബന്ധം. അതിൻ്റെ സ്പോട്ട് തപ്പി എവിടെയും പോകേണ്ട വന്നില്ല. തൊട്ടടുത്ത് തന്നെ പുഴയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും അങ്ങോട്ടായി. കുടുംബം ഇമ്പോളാണ്. കുടുംബം എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ സൗഹൃദവും. മൈൻഡ് റിഫ്രഷ് ആക്കാൻ ഇത്രയും നല്ല മരുന്ന് വേറെ ഇല്ല. ഇത് ഇങ്ങോട്ട് നോക്കി പുഴ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. വൈകുന്നേരം ആയതുകൊണ്ട് ഒന്നും കൂടെ ഭംഗി കൂടിയതുപോലെ. സൂര്യാസ്തമയത്തിൻ്റെ സമയവും നല്ല വൈബും. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറേ നേരം കഥകളൊക്കെ പറഞ്ഞ് എല്ലാവരും സിംഗിൾ ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ സൊറ പറഞ്ഞിരുന്നു. കുറേ നേരം സമയം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടോ. കൂട്ടിന് പിന്നെ ഇവരൊക്കെ ഉണ്ടായിരുന്നേ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എൻ്റെ നാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും പുഴയൊക്കെ ഉണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെയും കൊണ്ടുപോകാം. അങ്ങനെ ആ ഒരു ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഒരു ദിവസം അല്ല കേട്ടോ, ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത്. ഇനി ഇൻഷാ അല്ലാഹ് ഒട്ടിനെ തന്നെ വേറെ എവിടെയെങ്കിലും കൂടാന്നൊക്കെയുള്ള പ്ലാനിങ് ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.